അതെ, സ്കൂളൊക്കെ തുറക്കാറായില്ലേ? അപ്പോൾ മക്കളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ് നമുക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്താലോ? കുറഞ്ഞ ചിലവിൽ നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വെറും 3 ആപ്പിളിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് പിൻട്രസ്റ്റ്, ഇൻഷോട്ട്, ക്യാൻവയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റ് എടുക്കുക. അതിൽ സെർച്ച് ബാറിൽ പോയിട്ട് നെയിം സ്ലിപ്പ് ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇഷ്ടം പോലെ നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ വരും കേട്ടോ. കുറേ ചെയ്തതുണ്ടാവും, പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെറും ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ള തീമിൽ നമുക്കിത് സെലക്ട് ചെയ്യാം കേട്ടോ. ഡോറ, കാത്തു, മിക്കി മൗസ്, മാഷ, അന്തബിയർ, അങ്ങനെ ഇഷ്ടം പോലെ ഇതിലുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുക. അതിൽ നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ താഴെ 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ വരും. അത് നമ്മുടെ ഗാലറിയിൽ സേവ് ആവും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത് സെർച്ച് ചെയ്യാം. ഞാനിവിടെ മാഷ ആൻഡ് ദ ബിയർ എന്നുള്ളൊരു ക്യാരക്ടറാണ് സെർച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നേരത്തെ ചെയ്തതുപോലെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. അത് നേരെ ഗാലറിക്ക് ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ വരും. നെക്സ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് /.com അല്ലെങ്കിൽ /ലൈനോ ഒന്ന് സെർച്ച് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇൻഷോട്ടിൽ പോവുക. ഇൻഷോട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ അതിൽ വരും കേട്ടോ. അതിൽ ഫോട്ടോ എന്നുള്ളതിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനുള്ള നെയിം ഉണ്ടല്ലോ, അത് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് കണ്ട് കൊടുക്കുക. അതിൽ താഴെ കണ്ടോ കളറിലുള്ള ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലും അതിൻ്റെ താഴെ എന്നുള്ള ലെറ്റർ കണ്ടോ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം ഇഷ്ടമുള്ള ഫോണ്ടിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മളത് അവിടെ സെറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴെ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ആ ഫോട്ടോയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു കട്ടൗട്ട് കണ്ടോ, അതിൽ കൊടുക്കുക. അതിൽ നമുക്ക് വേണ്ട ഫോട്ടോ എടുക്കുക. ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ താഴെ കുറേ ചിഹ്നങ്ങൾ വന്നത് കണ്ടോ, നമുക്കിഷ്ടമുള്ളതിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ കണ്ടോ പല ചിഹ്നങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ മുകളിലൊരു ടിക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ടിക്ക് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ട് നമ്മൾ എടുത്ത ഫോട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ആ ടിക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെയിം നമ്മൾ എഴുതി. ഇനി ക്ലാസ്, സബ്ജക്റ്റ്, സ്കൂള് അങ്ങനെയുള്ള വിഷയങ്ങളാണ്. അത് നമ്മൾ താഴെ കണ്ടോ ടെക്സ്റ്റ് എന്നുള്ളതിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാം. ക്ലാസ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഞാൻ കളറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് കളറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ക്ലാസ് സെറ്റ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണം, സബ്ജക്റ്റ്, റോൾ നമ്പർ, ഡിവിഷൻ, സ്കൂള്, അങ്ങനെ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളത് അതൊക്കെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അവിടെ കൊടുക്കുക. ഇത് ആദ്യമായിട്ട് ചെയ്യണവർക്ക് പോലും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ഇൻഷോട്ടിലായതുകൊണ്ട് ക്യാൻവയിൽ നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റൊക്കെ ചെയ്യണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻഷോട്ടിലാവുമ്പോൾ ഇഷ്ടമുള്ളതിൽ ചെയ്യാം കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് കാർട്ടൂൺ തീമും ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ നെയിമും ക്ലാസ്സും ഡിവിഷനും റോൾ നമ്പറും സബ്ജക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ആ കട്ടൗട്ടിൽ പോയിട്ട് നമ്മൾ നേരത്തെ ഒരു / ഡൗൺലോഡ് ചെയ്തെടുത്തില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ടിക്കിൽ കൊടുത്തിട്ട് അത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലാസ്, റോൾ നമ്പർ, ഡിവിഷൻ, നെയിം, സ്കൂൾ, അതിൻ്റെ നേരമൊക്കെ ഒന്ന് നമുക്ക് ഈ ലൈൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോൾ നമ്പറും ക്ലാസ്സും ഡിവിഷനും സ്കൂളൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ, സബ്ജക്റ്റൊക്കെ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാർട്ടൂണിൻ്റെ ക്യാരക്ടേഴ്സ് എങ്ങനെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് നോക്കണ്ടേ. ഇത് ഓൾറെഡി നമ്മളെടുത്ത നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോസാണ്. അപ്പോൾ നമുക്കിനി അതെങ്ങനെ കാർട്ടൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇൻഷോട്ടിൽ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ക്യാൻവയിലാവുമ്പോഴാണ് നമുക്കിത് ബുദ്ധിമുട്ടുള്ളത്. ഇനി അതിന് ടിക്ക് കൊടുക്കുക. ഇനി ഇത് സ്റ്റിക്കറിൽ പോവുക. നമുക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിക്കറിൽ പോയിട്ട് ആ ഗാലറിയിൽ കട്ടൗട്ട് കൊടുക്കുക. അതിൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഏതാ വേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡോറയുടെ പിക്ചറാണ് എടുത്തിട്ടുള്ളത്. അതിലത് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ എടുത്ത നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ ലെഫ്റ്റിലുള്ള ലാസ്റ്റ് ഓപ്ഷൻ കണ്ടോ, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നെയിം സ്ലിപ്പിൻ്റെ അത് ബ്ലറായിട്ട് വരും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അത് നല്ലോണം ബ്ലറാണെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി നല്ലോണം കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. ഇത് കണ്ടോ ഡോറയുടെ ചെറുതായിട്ടുള്ള ഒരു പിക്ചറേ അവിടെ കാണുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സും ഫോട്ടോസൊക്കെ നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാം. നമുക്ക്
വലുപ്പം ഒക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ചെറുതാക്കാം വലുതാക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ ടിക്ക് കൊടുക്കുക. മുകളിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ചിഹ്നമുണ്ട്, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗാലറിയിൽ സേവ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അടുത്തത് നമ്മൾ ക്യാൻവ എടുക്കുക. ക്യാൻവയിൽ ആ പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ അതിൽ നമ്മൾ പോയിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് A3 ഡോക്യുമെൻ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ A3 ഡോക്യുമെൻ്റ് വരും, അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് A3 ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഒരു പേജ് അവിടെ കിട്ടും കേട്ടോ. അതിലാണ് നമ്മൾ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ നമുക്ക് എത്ര ഫോട്ടോസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ഫോട്ടോ ആണോ വേണ്ടത്, അതുപോലെ നമ്മൾ നെയിം സ്ലിപ്പിൻ്റെ വലിപ്പം അതൊക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു A3 ഡോക്യുമെൻ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്യാലറി എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ നേരത്തെ ഇൻഷോട്ടിൽ സെറ്റ് ചെയ്ത നെയിം സ്ലിപ്പ് അവിടെ വരും കേട്ടോ. അപ്പോൾ നമ്മളത് ഒന്ന് ചെരിച്ചു കൊടുക്കണം. ഒരു 90 ഡിഗ്രിയിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതിൻ്റെ A3 ഡോക്യുമെൻ്റ് നമ്മൾ എടുത്തല്ലോ, അതിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ ചെരിച്ചു കൊടുത്തിട്ട് ഒരു സൈഡിൽ പോയിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര വലുപ്പമാണോ എത്ര നെയിം സ്ലിപ്പാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ താഴെയുള്ള ആ സൈഡിലുള്ളത് കണ്ടോ, അവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലുപ്പം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ആ പ്ലസ് ഐക്കൺ അതിൽ കൊടുത്താൽ നമ്മുടെ നെയിം സ്ലിപ്പ് അടുത്തതായിട്ട് ഇങ്ങനെ പോകും. നമുക്ക് അതിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അത് നെയിം സ്ലിപ്പ് അതിൽ ഓൾറെഡി ഇങ്ങനെ സെറ്റായി വന്നോളും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ അല്ല കേട്ടോ, നേരത്തെ നമ്മൾ ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്തല്ലോ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെച്ചിട്ടും ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സും വെച്ചിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഈ ഒരു A3 ഡോക്യുമെൻ്റ് തന്നെ 2-3 ഫോട്ടോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി വേറൊരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നേരത്തെ എടുത്ത പോലെ ഗാലറി പോവുക, നമ്മൾ അതിനൊരു ഇമേജ് എടുത്തിട്ട് അത് സെറ്റ് ചെയ്തുകൊണ്ട് ഈ A3 ഡോക്യുമെൻറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ കണ്ടോ ഒരു ആരോ മാർക്ക്, അതിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് കൊടുത്തിട്ട് PDF പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.